നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചോദ്യം ചെയ്യൽ ഏതാണ്ട് 5.5 മണിക്കൂർ പിന്നിടുകയാണ്. പരാതി ലഭിച്ച് 84-ാം നാളാണ് ബിഷപ്പ് കേരളത്തിലെത്തി പോലീസിന് മുന്നിൽ ഹാജരാകുന്നത്. നിരപരാധി എന്ന് ചോദ്യം ചെയ്യലിൽ ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോഴും ആവർത്തിക്കുന്നു. പരാതിക്കാരി പറഞ്ഞ ദിവസങ്ങളിൽ കുറവിലങ്ങാട് മഠത്തിൽ താമസിച്ചിട്ടില്ല. വ്യക്തിവൈരാഗ്യം മൂലമാണ് കന്യാസ്ത്രീയുടെ പീഡന പരാതിയെന്നും ബിഷപ്പ് ഇന്നും പറയുന്നു. ജലന്ധറിൽ വെച്ച് 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ടും തുറന്നു പറയാത്ത ബിഷപ്പ് തൃപ്പൂണിത്തുറയിൽ മനസ്സ് തുറക്കുമോ? അതോ വർദ്ധിച്ചു വരുന്ന പ്രതിഷേധം തണുപ്പിക്കാനുള്ള പോലീസിന്റെ ചടങ്ങ് മാത്രമായി ഈ ചോദ്യം ചെയ്യൽ മാറുമോ? ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ചോദ്യം ചെയ്യൽ ചടങ്ങാകുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 047166158881. വാട്സപ്പ് വീഡിയോ വഴിയും പ്രതികരണം അറിയിക്കാം. പൊതുവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ചോദ്യം ചെയ്യൽ, ബിഷപ്പിനെ ചോദ്യം ചെയ്യുന്ന തൃപ്പൂണിത്തുറയിൽ നിന്നും പോലീസിന്റെ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്നും MS അനീഷ് കുമാർ ആദ്യം നമ്മളോടൊപ്പം ചേരുകയാണ്. അനീഷ്, ചോദ്യം ചെയ്യൽ ആരംഭിച്ച ഏതാണ്ട് 5.5 മണിക്കൂർ പൂർത്തിയാകുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ബിഷപ്പ് പറഞ്ഞതായി അറിയുന്നത്? എങ്ങനെയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്? ബിഷപ്പ് ഈ ചോദ്യങ്ങളോടും പോലീസിന്റെ നടപടിക്രമങ്ങളോടും സഹകരിക്കുന്നുണ്ടോ? എന്താണ് മനസ്സിലാക്കുന്നത്? സുരേഷ്, ഏതാണ്ട് 5.5 മണിക്കൂറുകൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട് കേസന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥനായ വൈക്കം ഡിവൈഎസ്പി സുഭാഷും ഒപ്പം കോട്ടയം ജില്ലാ പോലീസ് മേധാവിയുമാണ് ഈ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ നേരത്തെ മൊഴിയെടുത്തപ്പോഴും തുടർന്ന് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയപ്പോഴും എല്ലാം എടുത്ത ഒരു നിലപാടിൽ തന്നെ ഇപ്പോഴും ബിഷപ്പ് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ നിരപരാധിയാണെന്ന വാദത്തിൽ ബിഷപ്പ് ഉറച്ചു നിൽക്കുന്നു. കന്യാസ്ത്രീക്ക് ഉള്ള തെറ്റിദ്ധാരണ മൂലവും ഒപ്പം വ്യക്തിവൈരാഗ്യം മൂലവുമാണ് ഇത്തരമൊരു പരാതി നൽകാൻ ഇടയായതെന്ന് ബിഷപ്പ് വീണ്ടും ചോദ്യം ചെയ്യലിൽ ആവർത്തിക്കുന്നു. നേരത്തെ മൊഴിയെടുത്തപ്പോഴും സമാനമായ രീതിയിൽ തന്നെ ഒരു പരാമർശമാണ് ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബിഷപ്പിന് കന്യാസ്ത്രീയെക്കുറിച്ചുള്ള രേഖാമൂലമുള്ള പരാതി സഭയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായ ശേഷമാണ് മദർ സുപ്പീരിയർ സ്ഥാനത്ത് നിന്നും മാറ്റുകയും മറ്റ് സഭാ ചട്ടങ്ങൾ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തത്. എന്നാൽ ഇത് തന്റെ വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ ചെയ്ത നടപടികളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് തനിക്കെതിരെ കന്യാസ്ത്രീ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാണ് ബിഷപ്പ് ആവർത്തിക്കുന്നത്. 104 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ചോദ്യാവലിയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങളെ നേരിടാൻ തക്കമായി സജ്ജനായി തന്നെയാണ് ബിഷപ്പ് ഇന്ന് പോലീസിന് മുമ്പാകെ എത്തിയതെന്ന സൂചനകളാണ് ആദ്യ മണിക്കൂറുകളിലെ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വൈകുന്നേരം 7 മണി വരെയാവും ഒരുപക്ഷെ ഇന്നത്തെ പരമാവധി ചോദ്യം ചെയ്യൽ സമയം എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് നേരത്തെ തന്നെ ബിഷപ്പ് ചൂണ്ടിക്കാണിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് വിട്ടയച്ച ശേഷം ഒരുപക്ഷെ വീണ്ടും ഇന്ന് നൽകിയ മൊഴിയും മറ്റ് തെളിവുകളുമായി തട്ടിച്ചു നോക്കിയായിരിക്കും പിന്നീട് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. മറുവശത്ത് ഒരുപക്ഷെ ഉച്ചതിരിഞ്ഞ് നടത്തിയ ചോദ്യം ചെയ്യലിൽ അറസ്റ്റ് ചെയ്യാൻ പര്യാപ്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ബിഷപ്പിന്റെ അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങും. ഇതിനുള്ള തയ്യാറെടുപ്പുകളും ഈ ചോദ്യം നടത്തുന്ന തൃപ്പൂണിത്തുറയിലെ കേന്ദ്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏതു തരത്തിലുള്ള സാധ്യതകളും ഉണ്ടാവാം. എന്ത് രീതിയിലേക്ക് പോലീസ് നീങ്ങുമെന്ന കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും നമുക്ക് കൃത്യമായൊരു ചിത്രം നൽകാൻ MS അനീഷ് കുമാറാണ് ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ അങ്കമാലിയിൽ നിന്നും ശ്രീ മാർട്ടിൻ ചേരുകയാണ്. മാർട്ടിൻ, എന്താണ് തോന്നുന്നത്? പോലീസിന്റെ ഈ നടപടിക്രമങ്ങൾ പൂർണ്ണമായും തൃപ്തികരമായി മാർട്ടിന് തോന്നുന്നുണ്ടോ? അതോ ഈ ചോദ്യം ചെയ്യൽ ഒരു ചടങ്ങായി അന്ന് 9 മണിക്കൂർ ചോദ്യം ചെയ്തു, ഇന്നും ഏതാണ്ട് അത്രയും തന്നെ മണിക്കൂർ ഒരുപക്ഷെ ചോദ്യം ചെയ്യാം, എന്നിട്ട് വിട്ടയക്കാം, അതിനൊക്കെയുള്ള സാധ്യത എന്താണ് മാർട്ടിന് തോന്നുന്നത്? എന്തായാലും ഇതിനകത്ത് സത്യാവസ്ഥ നമ്മൾ കണ്ടെത്തണം. ഇത് ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് കണ്ടെത്തണം. പിതാവിന്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പിതാവ് ശിക്ഷാവിധി കൊടുക്കണം. സിസ്റ്റർമാരുടെ ഭാഗത്താണ് തെറ്റെന്നാണെങ്കിൽ അത് സഭ അതിനുള്ള നിലപാടെടുക്കുകയും ചെയ്യണം. അതാണ് വേണ്ടത്. നമ്മുടെ കേരള പോലീസിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരള പോലീസ് ഏത് കേസ് വന്നാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിലുള്ളത്. ആ പോലീസ് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ
തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അതാണ് നീതി. ആര് തന്നെയായാലും, എത്ര വലിയവനായാലും ചെറിയവനായാലും. ഇവിടെ നമുക്കറിയാം, സിസ്റ്റർമാർ ഇപ്പോൾ എറണാകുളത്ത് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവരുടെ ആ തെറ്റിനെ കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാത്തതിന്റെ പേരിലാണ് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 1, 2, 3 പ്രാവശ്യം 11 വർഷം പീഡിപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഈ സിസ്റ്റം ഇതിന് നേരത്തെ വന്നില്ല? റൈറ്റ്, വളരെയധികം നന്ദി. മാർട്ടിനാണ് സംസാരിച്ചത്. അങ്കമാലിയിൽ നിന്നും തെറ്റ് ചെയ്തവർ പിടിക്കപ്പെടണം എന്ന് തന്നെയാണ്. ശ്രീ അബ്ദുൽ വാഹിദ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വാഹിദ്, പോലീസ് ഇന്ന് നടത്തുന്ന ഈ ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിൽ തെറ്റ് ചെയ്തിട്ടുള്ള ആൾ പിടിക്കപ്പെടുമെന്ന് അതേ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? അതോ പോലീസ് ജലന്ധറിൽ പോയി 9 മണിക്കൂർ ബിഷപ്പിനൊപ്പം ചെലവിട്ടു, ഇവിടെയും കുറേ മണിക്കൂറുകൾ ചെലവിടുക, അതിനുശേഷം ബിഷപ്പിൽ നിന്നും കാര്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോൾ ലഭിച്ചില്ല എന്ന് പറഞ്ഞു വിടുക, അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എങ്ങനെയാണ് വാഹിദിന് ഈ കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്? വാഹിദ് കേൾക്കാമോ? ശ്രീ അബ്ദുൽ വാഹിദ്. വാഹിദിന്റെ ഫോൺ കട്ടായിരിക്കുന്നു. തിരുവനന്തപുരത്തു നിന്നുമാണ് അബ്ദുൽ വാഹിദ് നമ്മളോടൊപ്പം ചേർന്നത്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചോദ്യം ചെയ്യൽ തൃപ്പൂണിത്തുറയിൽ തുടരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ കോട്ടയത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സെബാസ്റ്റ്യൻ, ചോദ്യം ചെയ്യൽ ഒരു പ്രഹസനമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കണോ? അതുമല്ല, പോലീസ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമാണ്, നിയമത്തിന്റെ വഴിക്കിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോകുന്നത്, നിയമത്തിന്റെ വഴി തുടരുന്നു എന്നൊക്കെയാണോ മനസ്സിലാക്കുന്നത്? താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് എല്ലാം യഥാർത്ഥ ചടങ്ങായി മാറാനാണ് സാധ്യത. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം, ശ്രീ സെബാസ്റ്റ്യൻ? സംശയം വരാൻ കാരണം ഇതുവരെ എല്ലാവരും മനസ്സിലാക്കിയിരുന്നത് ഈ ഫ്രാങ്കോയുടെ ശക്തിയാണ് ഇതിനെ എല്ലാം പിന്നോട്ടടിക്കുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഫ്രാങ്കോയ്ക്ക് പിന്നിൽ ഏറ്റവും വലിയ ശക്തിയായിട്ട് വിളിക്കുന്ന ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. ആ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ അദ്ദേഹം താമസിച്ചത്. അതെ. അപ്പോ അതായത് കത്തോലിക്ക പുരോഹിതരായിട്ടുള്ള കുറ്റവാളികൾ രക്ഷപ്പെടാൻ ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരാണ്. അവർക്കെതിരെ ഉയർന്ന 300 ചില്ലുവാനും കൊലപാതക കേസുകളും അതുപോലെ തന്നെ ബലാത്സംഗ കേസുകളും നിഷ്പ്രയാസം അതിനെല്ലാം അതിജീവിച്ചവർ. ആ കേസുകളെല്ലാം എത്രയും വലിയ സാമ്പത്തിക ശക്തിയാണ് അവര്. ഈ പ്രക്ഷോഭം അവർക്കെതിരെ കൂടി തിരിഞ്ഞാൽ മാത്രമേ ഈ ഫ്രാങ്കോയെ കുറ്റവാളിയായിട്ട് അല്ലെങ്കിൽ ഈ ഫ്രാങ്കോയ്ക്ക് എതിരെയുള്ള ആ നിയമം ഇവിടെ നടത്തിയെടുക്കാൻ സാധിക്കും. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ സെബാസ്റ്റ്യനാണ്. ബിനോയ് ചേരുന്നു തൊടുപുഴയിൽ നിന്ന്. ബിനോയ്, ഇതാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ആരൊക്കെയെന്ന് തെളിഞ്ഞു വരികയാണ്. ഇന്നലെ അർദ്ധരാത്രി ചാലക്കുടി പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ള ബിഷപ്പ് ഇന്നാണ് അവിടെ നിന്നും വരുന്നത്. അപ്പോൾ വളരെ കൃത്യമായി സംരക്ഷിക്കാൻ ആളുകളുണ്ട് ബിഷപ്പിനെ എന്നാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ നടക്കുന്ന ചോദ്യം ചെയ്യൽ ഒരു ചടങ്ങായി അവസാനിച്ചേക്കാമെന്നാണ് സെബാസ്റ്റ്യനൊക്കെ പറയുന്നത്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. കാരണം ഇതിനു മുമ്പ് ജലന്ധറിൽ നമ്മുടെ കേരള പോലീസ് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ടിവിക്കാരുടെ ക്യാമറ വരെ അടിച്ചു പൊട്ടിച്ച് അവരെ അവിടെ ആ ഗേറ്റ് പോലും കടക്കാൻ പറ്റാത്ത വിധം അവർ വലിയ വൻ കോട്ട ചേർത്ത് അത്രയ്ക്കും അതിശക്തിയുള്ളവരാണ് ഇവിടുത്തെ കത്തോലിക്കരും അല്ലെങ്കിൽ അവിടുത്തെ സഭ നേതൃത്വം നൽകുന്നവരും. യേശുക്രിസ്തുവിന്റെ ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന വിപ്ലവകാരിയുടെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്ന ഇവർ കരണത്തടിക്കുന്നവന്റെ കരണത്ത് കുഴിച്ചു പിടിച്ചിടിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇവർ മാറുന്നത്. ഇവരുടെ ഭരിക്കുന്നവനും ഭരണം നയിക്കുന്നവരെയും സിസ്റ്റമുള്ളവരെയും വിലക്കെടുക്കാൻ ശേഷിയുള്ളവരാണ് ഇവർ. ഇവരുടെ മുമ്പിൽ സാധാരണക്കാരനൊന്നുമല്ല. കന്യാസ്ത്രീക്ക് നീതി കിട്ടുമെന്ന് യാതൊരു വിശ്വാസവുമില്ല. റൈറ്റ്, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത ഫ്രാങ്കോ മുളയ്ക്കലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകില്ല എന്നാണ് സൂചന ലഭിക്കുന്നത്. DGP അത്തരത്തിലുള്ള ഒരു സൂചന നൽകുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ബിനോയ്, കാര്യങ്ങൾ നിങ്ങളൊക്കെ പറയുന്ന വിധത്തിൽ, ചോദ്യം ചെയ്ത് വിട്ടയക്കുന്ന വിധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു സൂചന ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനോടുള്ളൊരു അഭിപ്രായം എങ്ങനെയാണ്? അതങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതങ്ങനെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിനു മുമ്പ് ഉണ്ടായതും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കണ്ടത്. അഭയ കേസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ല, മനസാക്ഷി ജനങ്ങളുടെ മനസാക്ഷി കോടതിയിൽ തെളിഞ്ഞു നിൽക്കുന്നതല്ലേ അഭയ കേസ്. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ വിജയൻ ആലപ്പുഴയിൽ നിന്നും ചേരുന്നുണ്ട്. വിജയൻ, ഫ്രാങ്കോ മുളയ്ക്കലിന്റെ ചോദ്യം ചെയ്യൽ ഒരു ചടങ്ങ് മാത്രമായി, കാരണം പ്രതിഷേധമുണ്ട്. അത് കൊച്ചിയിൽ മാത്രമല്ല, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്ത് ഉണ്ട്, സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. എല്ലായിടത്തും നമ്മൾ പ്രതിഷേധം കാണുന്നു. ഈ പ്രതിഷേധങ്ങളൊക്കെ തണുപ്പിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണോ പോലീസിന്റെ ചോദ്യം ചെയ്യൽ നാടകം?
സാറേ, ഞാൻ നിങ്ങളുടെ ചോദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് ഉണ്ടായത്. കാരണം ഇത് ചടങ്ങാകുമെന്നുള്ളത് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇത് പിന്നെ സാമുദായിക നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ ഇങ്ങനെയുള്ള ഏത് കേസുകളിൽ വന്നാലും എല്ലാം പ്രഹസനം മാത്രമാണ്. സാധാരണക്കാരന്റെ അടുത്തോട്ടാണെങ്കിൽ ഇപ്പൊ ഇതെന്നെ വന്നിട്ട് അവനെ പിടിച്ച് അകത്തിട്ടാണ് 85 ദിവസവും കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. മുൻ അനുഭവങ്ങൾ അതാണ്. അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ നടക്കത്തുള്ളൂ. പക്ഷെ വിജയൻ, ഇവിടെ പോലീസിന്റെ മുന്നിലുള്ള ഒരു സംശയം, ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കാര്യങ്ങൾ എത്തുമ്പോൾ കോടതി ചോദിക്കും എന്തടിസ്ഥാനത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തു, എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള തെളിവ് എന്നെല്ലാം ചോദിക്കും. അത് നികത്താൻ പോലീസിന് കഴിയണ്ടേ? സാർ, പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. ഒരു സാധാരണക്കാരനാണെങ്കിൽ 84 ദിവസം ആദ്യത്തെ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയേനെ. പോലീസ് അന്വേഷണം കറക്റ്റായിട്ട് കണ്ടെത്തിയേനെ. ഇത് വന്നിട്ട് വെറും നിങ്ങളുടെ ചോദ്യം തന്നെയാണ് അതിന്റെ ഉത്തരവും. ഇത് ചടങ്ങാകത്തെ ഉള്ളെന്നുള്ളത്. വളരെയധികം നന്ദി. ജാൻസി കൂടി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ശ്രീമതി ജാൻസി, പറഞ്ഞോളൂ അഭിപ്രായം. ജാൻസി, കേൾക്കാമോ? ജാൻസിയുടെ ഫോൺ കട്ടായിരിക്കുന്നു. അബ്ദുൾ വാഹിബ് നമ്മളോടൊപ്പം ചേരുന്നു. കേൾക്കാമോ ശ്രീ അബ്ദുൾ വാഹിബ്? പറഞ്ഞോളൂ. സാർ, കന്യാസ്ത്രീക്ക് നീതി കിട്ടണം. നിസ്സാര ഒരു ടെലിഫോണിന്റെ കേസിൽ കോവളം MLA പിടിച്ച് ഇവര് 10-40 പോലീസുകാരും അവര് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചെന്ന് പിടിച്ചകത്താക്കി. നിമിഷം കൊണ്ട് പിടിച്ചകത്താക്കി. എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യില്ല? പക്ഷെ അവിടെ പോലീസ് പറയുന്നത് ഈ പറയുന്ന MLAക്കെതിരെ ആ സ്ത്രീയുടെ മൊഴിയുണ്ടായിരുന്നു. സ്ത്രീ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ ആത്മഹത്യാ ശ്രമത്തിന്റെ ഭാഗമായി ആശുപത്രിയിൽ വെച്ച് മൊഴിയെടുത്തു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്നാണ്. സാർ, അത് നിസ്സാരം. അവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടെലിഫോണിന്റെ ഇതാണ് ഇത്. അതേ മറിച്ച് അവിടുത്തെ ഇവിടെ യുപിയിലെവിടെ ഒരു സിനിമ ആക്ടർ എത്രയോ പെണ്ണ് അവര് നിമിഷം കൊണ്ട് UP പോലീസുകാർ ചെന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അകത്തിട്ട്. എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു? കേരളത്തിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? അത്തരത്തിൽ വളരെയധികം നന്ദി. ശ്രീ അബ്ദുൾ വാഹിദാണ് സംസാരിച്ചത്. പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ഉണ്ടാക്കുകയുള്ളൂ എന്നാണ്. ശ്രീ അഖിൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, കാര്യങ്ങളെല്ലാം എല്ലാവരും പറയുന്ന വിധത്തിൽ തന്നെയാണ് പോകുന്നത്. ഒരു ചടങ്ങ് നടത്തി പ്രതിഷേധമൊന്ന് തണുപ്പിക്കുക, ആ വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് സൂചന വരുന്നത്. അഖിലിന് എന്ത് തോന്നുന്നു കാര്യങ്ങൾ ഇന്ന് രാവിലെ മുതൽ കാണുമ്പോൾ? ഓക്കെ, കാര്യങ്ങൾ ആ വഴിക്ക് തന്നെയാണ് പോകുന്നത്, അതിൽ സംശയമില്ല. ഇത് അത്ര തന്നെ കേരള പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇതില് എനിക്ക് തോന്നിയൊരു കാര്യം, ശ്രീ പൂഞ്ഞാർ MLA PC ജോർജ് സാറിന്റെ അഭിപ്രായത്തോട് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രസക്തിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഇത്രയും വലിയ പ്രളയത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെ അതിനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ എത്രയധികം വിലപ്പെട്ട സമയവും എത്രയധികം സാമ്പത്തികവും ഇതിനുവേണ്ടി നമ്മൾ വിനിയോഗിക്കേണ്ടി വരുന്നു. എനിക്ക് ഇതിനൊരു അമിത പ്രാധാന്യം വരുന്നുണ്ട് എന്ന് പോലും തോന്നിപ്പോകുന്നു. അമിത പ്രാധാന്യം വരാനുള്ള സാഹചര്യം ഒരു സഭയുടെ തലവനായിരിക്കുന്ന ആളാണ്. ആ സഭയുടെ തലവനായിരിക്കുന്ന ഒരാൾക്കെതിരെ ആ സഭയിൽ പെട്ടിട്ടുള്ള അയാൾക്ക് കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു കന്യാസ്ത്രീയാണ് പല തവണ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത്. ഒരു സ്ത്രീയാണ് അവർ അപമാനിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങൾ. അത് സത്യസന്ധമായിരുന്നു. പറഞ്ഞോളൂ. അപമാനിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും ഈ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവര് കുറ്റകൃത്യത്തിന് സമ്മതം ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഗുരുതരമായ വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതും PC ജോർജിന്റെ നിലപാടാണ്. അതെ, അത്തരം നിലപാടുകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് കൂടെ നന്ദി. ശ്രീ അഖിലാണ് സംസാരിച്ചത്. ട്രീസ ചേരുന്നു നമ്മളോടൊപ്പം, മറ്റൊരു പ്രേക്ഷക. ട്രീസ, കേൾക്കാമോ? ഈ യഥാർത്ഥ ബിഷപ്പാണോ സിസ്റ്ററാണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. അതെ, ജനങ്ങൾക്ക്, ട്രീസ പറയുന്നത് പോലെ ജനങ്ങൾക്ക് ആരാണ് തെറ്റ് ചെയ്തത്, അത് ബിഷപ്പാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കന്യാസ്ത്രീ ആണെങ്കിലും, തെറ്റ് ചെയ്ത ആളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇനി അത് മറ്റൊരാൾ ചെയ്യാതിരിക്കുന്ന വിധത്തിൽ, അങ്ങനെ തോന്നുന്ന വിധത്തിൽ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നാണ് ട്രീസ പറയുന്നത്. എന്തുകൊണ്ടാണ് സിസ്റ്ററിന്റെ ഫോൺ കാണുന്നില്ല എന്ന് പറയുന്നത്? അത് കൃത്യമായി തന്നെ ഈ പറയുന്നത് പോലെ ഫോണിലുള്ള ദൃശ്യങ്ങൾ അന്ന് മറ്റൊരു പിതാവ് ചോദിച്ചപ്പോൾ അത് നൽകാൻ കഴിയില്ല. കാരണം അത് പിന്നീട് ദുരുപയോഗം ചെയ്യപ്പെടുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു അവർക്ക്. അതൊന്നുമല്ല, സൂത്രമായിട്ടാണ് ട്രീസയ്ക്ക് തോന്നുന്നത്. അതെ. ഏതായാലും ഈ പരാതി
പറയുന്നത് പോലെ അല്ലെങ്കിൽ ബിഷപ്പ് ഇന്നിപ്പോൾ തൊട്ടു മുൻപ് പറഞ്ഞിട്ടുള്ളത് താൻ നിരപരാധിയാണ്, വ്യക്തിവൈരാഗ്യം തീർക്കുകയാണ്, തനിക്കെതിരെ പീഡന ദിവസം താൻ മഠത്തിൽ പോയിട്ടില്ല, മെയ് 5 എന്ന് പറയുന്ന പീഡനം ആരോപിക്കപ്പെടുന്ന ഒരു ദിവസം അന്ന് ഞാൻ കുറുവിലങ്ങാട് താമസിച്ചിട്ടില്ല എന്നൊക്കെയാണ് ബിഷപ്പ് പറയുന്നത്. ബിഷപ്പിന്റെ വാക്കുകളാണ് കുറച്ചുകൂടി വിശ്വസനീയമായിട്ട് ട്രീസയ്ക്ക് തോന്നുന്നത്. അതെ, വേറൊരു മഠം തുടങ്ങണമെന്നും പറഞ്ഞ സിസ്റ്റർ ആവശ്യപ്പെട്ടു ബിഷപ്പിനോട്. അത് സാധിച്ചു കൊടുത്തില്ല. അതിന്റെ പ്രതികാരമാണെന്നാണ് മനുഷ്യർ പറയുന്നത്. അല്ല, പക്ഷേ ട്രീസ, ഈ 10 കോടി രൂപ കൊടുക്കാം, സ്ഥലം കൊടുക്കാം, മഠം വെച്ച് കൊടുക്കാം എന്നൊക്കെ പിന്നീട് ഓഫർ ഉണ്ടായിരുന്നു. ട്രീസയുടെ ഫോൺ കട്ടായിരിക്കുന്നു. മറ്റൊരു പ്രേക്ഷകനിലേക്ക് ചെന്നൈയിൽ നിന്നുമാണ് ടോമി ചേരുന്നു. ടോമി, കേൾക്കാമോ? ടോമി, ഞങ്ങൾ ഇവിടെ എല്ലാം നിങ്ങൾ അവിടെ ഇരിക്കുന്നതിന്റെ പ്രശ്നമില്ല, ഞങ്ങൾ ഇതെല്ലാം ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തോ ദുരൂഹതകളൊക്കെ ഉണ്ട്. എന്നു പറഞ്ഞ് ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരാള് കേരളത്തിലെ സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പൊ ഒരാളെ പ്രതിയാക്കണമെങ്കിൽ അത് ജനങ്ങള്, നമുക്ക് പോലീസ് ഉണ്ട്, നിയമ സംവിധാനമുണ്ട്. ഈ പോലീസ് ഇതെല്ലാം പഠിച്ചിട്ടല്ലേ ഇരിക്കുന്നത്. അവര് ചുമ്മാ ഒരാളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോ ആരുടെ പക്ഷം നിൽക്കുന്നില്ല. ഇപ്പോ ബിഷപ്പ് തെറ്റ് ചെയ്താല് ബിഷപ്പിനെ ഇത് നിർബന്ധമായിട്ട് ജയിലിൽ വിടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ആണ് കറക്റ്റ് തെളിയുന്നത് വരെ അത് കോടതിയിലുണ്ടല്ലോ കേസ്. അതുമല്ല, പോലീസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സാവകാശം കൊടുക്കണം. ഇത് 4 വർഷമായിട്ടുള്ള കേസാണ്. എല്ലാ തെളിവും എല്ലാ പഴുതും അടച്ചു വേണം ജയിലിലിടാൻ. അറസ്റ്റ് ചെയ്താൽ വെളിയിൽ വരല്ലേ. അതുപോലെയാണ് അവര് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചാടി കയറി ഇതെല്ലാം നിരാകാരം വരുന്നു. ഈ ചർച്ചയായിട്ട് ഒരു കാര്യമില്ല. അല്ല, പക്ഷേ ടോമി പറഞ്ഞ ഈ നിരാഹാരമുണ്ടല്ലോ, ഈ കന്യാസ്ത്രീകൾ നിരാഹാരം ഇരുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗതയിലാകുന്നത്. അങ്ങനെ ഒന്നും ഒരിക്കലും ഇല്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനിപ്പോ സഭയുടെ കാര്യം പറഞ്ഞു. ഞാനൊരു കൃത്യ വിശ്വാസിയാണ്. സഭയുടെ കാര്യം ഒന്നും പറഞ്ഞില്ല. സിസ്റ്ററിന് ശരിക്കും നീതി കിട്ടണം. നീതി കിട്ടണമെന്ന് സിസ്റ്ററിന്റെ പക്ഷമാണ് ഞങ്ങള്. എന്നാൽ അതിനപ്പുറം ഇത് വലിയ എത്ര പേര് മരിച്ചു, ഞങ്ങൾ കരഞ്ഞിരിക്കുക. കേരളത്തില് മരിച്ച അതിനെക്കുറിച്ച് യാതൊരു ചർച്ചയില്ലാതെ. വളരെയധികം നന്ദി. നമ്മൾ അത് കുറെ ചർച്ച ചെയ്തതാണ്. ലൗലി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീമതി ലൗലി, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? ഫോൺ കട്ടായിരിക്കുന്നു. ഷാജു കോഴിക്കോട് നിന്നും ചേരുന്നു. ഷാജു, കേൾക്കാമോ? ഷാജു, ഈ പറയുന്ന 84ാമത്തെ ദിവസമാണ് ബിഷപ്പ് കേരളത്തിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുന്നത്. അന്വേഷണ സംഘം രാവിലെ 11 മണി മുതൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇപ്പോഴും അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ DGPയിൽ നിന്നും ലഭിക്കുന്ന സൂചനയനുസരിച്ച് അറസ്റ്റ് ഉണ്ടാക്കില്ല എന്നാണ് വരുന്നത്. കന്യാസ്ത്രീകൾ നിരാഹാരം ഇരിക്കുന്നത്, സത്യാഗ്രഹം ഇരിക്കാൻ തുടങ്ങിയ 12ാം നാളാണ് ഇന്ന്. ഒട്ടേറെ വലിയ പിന്തുണയും ആ സമരത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമരം ഇനിയും തുടരേണ്ട ഒരു സാഹചര്യമായിരിക്കും കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഉണ്ടാവുക. ബിഷപ്പ് കുറ്റക്കാരനാണോ അല്ലെങ്കിൽ കുറ്റക്കാരനല്ലേ? എന്താണ് താങ്കൾക്ക് ഒരു വിലയിരുത്തൽ ഇത്രയും നാളത്തെ വാർത്തകളെല്ലാം കാണുമ്പോൾ? സാർ, ഇതിലൊരു പ്രശ്നം ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ബിഷപ്പ് കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഹലോ, പറഞ്ഞോളൂ. ബിഷപ്പ് കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കോടതിയിലെ കേസ് പോയിട്ടുണ്ടല്ലോ. പിന്നെ ഇപ്പത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരാൾക്കും ഒരു നീതി ലഭിക്കില്ല. അവിടെ ഒരാൾക്കും ഒരു നീതിയും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോ PK ശശിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാലും ബിഷപ്പിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും നീതി ഒരേമാതിരി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ PK ശശിക്ക് വേണ്ടി പാർട്ടിയും ബിഷപ്പിന് വേണ്ടി സഭയും നീതി നിശ്ചയിക്കുന്നു. എല്ലാവരും അവർക്ക് വേണ്ടി അന്വേഷിക്കുകയാണ്. റൈറ്റ്, വളരെയധികം നന്ദി. ഷാജു ആണ് അഭിപ്രായം പറഞ്ഞത്. കോഴിക്കോട് നിന്നും ബിഷപ്പിന് വേണ്ടി സഭ തന്നെ നീതി നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗം തന്നെയാണ് പോട്ടയിലൊക്കെ ഈ ആരോപണ വിധേയനായിട്ടുള്ള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിട്ടുള്ള ബിഷപ്പിന് താമസ സൗകര്യം ഒരുക്കിക്കൊടുത്ത് സഭ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. മറ്റ് പ്രേക്ഷകരിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുകയാണ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഈ ചോദ്യം ചെയ്യൽ അത് പ്രഹസനം മാത്രമായി മാറുമോ എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ചോദ്യം ചെയ്യൽ ഒരു ചടങ്ങായി മാറുമോ എന്നുള്ളതാണ് ആശങ്ക ഉയരുകയും ചെയ്യുന്നത്. ബിഷപ്പിന്റെ അറസ്റ്റിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. സ്റ്റീഫൻ ചേരുന്നു, പ്രേക്ഷകൻ നമ്മളോടൊപ്പം.
സ്റ്റീഫന്റെ ഫോൺ കട്ടായിട്ടുണ്ട്. കോഴിക്കോട് നിന്നും അൻവർ ചേരുന്നു നമ്മളോടൊപ്പം. അൻവർ, പറഞ്ഞോളൂ അഭിപ്രായം. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. എന്നിരുന്നാലും ഒരുപാട് തവണ ഈ പീഡനത്തിന് വിധേയമായിട്ടും അതൊന്നും പറയാതെ കുറെ കാലം കാത്തിരുന്നത് ഒരു വൈരുദ്ധ്യം തോന്നുന്നു. അല്ല, പക്ഷേ അൻവർ അതിന് കൃത്യമായിട്ടുള്ള ആ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. 376(2) അനുസരിച്ച് കസ്റ്റോഡിയൽ റേപ്പ് നടന്നു എന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ ഒന്ന്. എന്ന് പറഞ്ഞാൽ തടങ്കലിൽ വെച്ചോ അല്ലെങ്കിൽ തന്റെ അധികാരം ഉപയോഗിച്ചോ തന്റെ കീഴിലുള്ള ഒരാളെ തുടർച്ചയായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് വകുപ്പിൽ ആവർത്തിച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റം ബിഷപ്പ് ചെയ്തു ഇങ്ങനെയാണെങ്കിൽ ഈ വകുപ്പുകൾ അനുസരിച്ചുള്ള ശിക്ഷയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഈ ബിഷപ്പിനെതിരെ ഒരു മൊഴി നൽകാനുള്ള ധൈര്യം ഇരയ്ക്കുണ്ടാകില്ല. അതാണ് അതിലുള്ള ഒരു ന്യായീകരണവും വാദവും. ബിഷപ്പ് തെറ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഇതൊരു മദർ സുപ്പീരിയർ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാള്, എല്ലാവർക്കും ആത്മധൈര്യം നൽകുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാള് ഇത്തരം പീഡനത്തിന് വിധേയമാകുമ്പോൾ അവര് തന്നെ ഇങ്ങനെ മറച്ചു വെച്ചു, ഞങ്ങൾ ഇത്രയും സഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിലൊക്കെ ഒരു വൈരുദ്ധ്യാത്മക തോന്നുന്നു. പിന്നെ അവരെ സഭയുടെ ഉത്തരവാദിത്ത സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടാൻ ശ്രമിച്ചു, മദർ സുപ്പീരിയർ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് തന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചത് എന്ന് ഈ അച്ഛൻ പറയുന്നു. ഇതിലൊക്കെ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ ഒരു വൈരുദ്ധ്യാത്മക ഉള്ളതായി തോന്നുന്നു. രണ്ടുപേരുടെയും വാക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല. അതെ. റൈറ്റ്, വളരെയധികം നന്ദി. ശ്രീ അനിൽകുമാർ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അനിൽകുമാർ, ബിഷപ്പിന്റെ വാദവും പരാതിക്കാരിയായിട്ടുള്ള കന്യാസ്ത്രീയുടെ വാദവും പൊരുത്തപ്പെടാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഈ കേസിന്റെ അസ്തിത്വം എന്ന് പറയുന്നത്. രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞാൽ അത് ഒരിക്കലും അനിൽ, ഞാൻ അനിലേക്ക് വരാം. DGP ലോക്നാഥ് ബെഹ്റയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യത്തിൽ അറസ്റ്റ് ഉണ്ടാകും സാർ? ഞാൻ ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. I will not speak anything now because matter is under investigation. So, and matter is now with the Honorable High Court. സാർ, അറസ്റ്റിനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ no comments. സാർ, സർക്കാർ എന്തെങ്കിലും ഈ കാര്യത്തിൽ നിർദ്ദേശം ഇല്ല സാറേ? ഇതാണ് DGP പറയുന്നത്. ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. I will not speak anything now because matter is under investigation. So, and matter is now with the Honorable High Court. സാർ, അറസ്റ്റിനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ no comments. സാർ, സർക്കാർ എന്തെങ്കിലും ഈ കാര്യത്തിൽ നിർദ്ദേശം ഇല്ല? തിരുവനന്തപുരത്ത് നിന്നും VV വിനോദ് കൂടി ചേരുന്നുണ്ട്. DGPയുടെ വാക്കുകളുടെ വിശദാംശങ്ങളുമായി. വിനോദ്, എന്താണ് DGPയുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്? സുരേഷ്, ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന സൂചനയാണ് DGPയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അന്വേഷണം തുടരുന്നു. ഇപ്പോൾ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിർദ്ദേശം ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല എന്ന വിവരവും DGP നൽകുന്നുണ്ട്. ഏതായാലും ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് DGPയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. നേരത്തെ ഫ്രാങ്കോ മുളയ്ക്കൽ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതിൽ സർക്കാരിന്റെ നിലപാട് കോടതി ആരാഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ഒരുപക്ഷെ കോടതിക്ക് കൈമാറിയ ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഉടൻ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി DGPയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ്, റൈറ്റ്, വളരെയധികം നന്ദി. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ സൂചിപ്പിച്ച പ്രേക്ഷകൻ അനിൽകുമാറിലേക്ക് പോവുകയാണ്. ഞാൻ ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. I will not speak anything now because matter is under investigation. So, and matter is now with the Honorable High Court. സാർ, അറസ്റ്റിനുള്ള തെളിവുകൾ നമുക്ക് ഇതുവരെയുള്ള ചോദ്യം ചെയ്യൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ no comments. സാർ, സർക്കാർ എന്തെങ്കിലും ഈ കാര്യത്തിൽ നിർദ്ദേശം ഇല്ല? സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വിധത്തിലുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടില്ല എന്നാണ് DGP പറയുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇനിയും, കാരണം കോടതിയുടെ പരിഗണനയിലാണ് കേസിരിക്കുന്നത്, നീണ്ടുപോയേക്കാമെന്നുള്ള സൂചനയാണ് DGP ലോക്നാഥ് ബെഹ്റയും നൽകുന്നത്. ഏതായാലും പാപത്തിന്റെ ഫലം നരകമാണെന്ന് അറിയാത്ത ആളല്ല ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറയുന്ന ബിഷപ്പ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ശിക്ഷ ലഭിക്കുക എന്നുള്ളത് നിയമപരമായും വിശ്വാസപരമായും നല്ല ബോധ്യമുള്ള ആൾ തന്നെയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ. എന്തായിരിക്കും അദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വരും മണിക്കൂറുകളിലോ വരും നാളുകളിലോ നമുക്ക് മനസ്സിലാകും. പൊതുവേദി ഇന്ന് പൂർണ്ണമാകുന്നു. നമസ്കാരം.